ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഈ ക്ലാസ് ടൈമിൽ ഒരു മെസ്സേജ് പോലും ഇതിനകത്തേക്ക് വന്നേക്കരുത്. ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ മാത്രം മതി. ഓക്കെ. ഇപ്പൊ നമ്മൾ അഡീഷൻ അല്ലേ പറഞ്ഞോണ്ടിരുന്നേ അല്ലേ? അഡീഷൻ സെക്കൻഡ് ചാപ്റ്ററിൽ അഡീഷൻ ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നേ. അപ്പോ ഈ പേജ് നമ്പർ 85 കുറെ ആഡ് ചെയ്യാനുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ ചെയ്യണോ? നിങ്ങൾക്ക് ചെയ്യണോ? എല്ലാം ചെയ്യണോ? ദാ എക്സസൈസ് 2.1 ബി സി എല്ലാം ആഡ് ചെയ്യാനാ കാണിക്കുന്നത്. ഇതെല്ലാം ചെയ്യണോ? അതോ അത് തൊട്ടടുത്തുള്ള പേജിൽ വേർഡ് പ്രോബ്ലംസ് ഓൺ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഇതുപോലുള്ള വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും വരിക. വേർഡ് പ്രോബ്ലംസിലും സെയിം നേരത്തെ കണ്ട പോലത്തെ അഡീഷൻ പ്രോസസ് തന്നെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വേർഡ് പ്രോബ്ലംസ് ചെയ്താലോ? സോൾഡ് എക്സാമ്പിൾസും ചെയ്യാം. ഈ എക്സസൈസ് 2.2 കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഇത് മുഴുവൻ നമുക്ക് ക്ലാസ് ടൈമിൽ ചെയ്യാം. 2-3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. ഓക്കെ, അതായിരിക്കില്ലേ നല്ലത്? വെറുതെ ഇത് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഈ എന്താ എഡ്വിൻ? മിസ് അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 2.1 ഞങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇതാ. ഓക്കെ, എന്നാ എക്സസൈസ് 2.1 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഇന്ന് തന്നെ ചെയ്യണ്ട. നിങ്ങള് ഇന്നിപ്പോ വെനസ്ഡേ അല്ലേ? വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹോംവർക്ക് അയച്ചു തന്നാ മതി. എന്താ? നോട്ടിലാണോ? ആ നോട്ടിൽ തന്നെ ചെയ്തോ. ആദ്യം തൊട്ട് ചെയ്യട്ടെ. ഈ എക്സസൈസ് 2.1 നിങ്ങൾ എത്ര വരെ ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ 2 റോ ചെയ്തില്ലേ? അതിന്റെ ബാക്കി മുതല് ബാക്കിയുള്ള 2 റോയും പിന്നെ ഈ ക്വസ്റ്റ്യനും എല്ലാരും കാണുന്നുണ്ടോ? കണ്ടോ? എക്സസൈസ് 2.1 അതിൽ ഫസ്റ്റ് ആഡ് എന്ന് പറഞ്ഞിട്ട് എ ക്വസ്റ്റ്യൻ ആഡ്. നയന ഒരു മിനിറ്റ് മോളെ. ആ ആഡ് എന്നുള്ള ക്വസ്റ്റ്യനില് 1, 5, 9, 2, 6, 10 നമ്മൾ ക്ലാസ് ടൈമിൽ ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ 3, 7, 11, 4, 8, 12 ആ 6 എണ്ണവും പിന്നെ ബി ക്വസ്റ്റ്യൻ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് പറയുന്നതിൽ ഒരു 8 എണ്ണം ഉണ്ട്. അതും പിന്നെ സി ക്വസ്റ്റ്യനിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്യാ. ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കണ്ട. വെള്ളിയാഴ്ച രാത്രിക്കുള്ളിൽ മിസ്സിന് അയച്ചു തന്നാ മതി. കുറേ ഇല്ലേ? ടൈം കിട്ടുമ്പോ ചെയ്തോ. സമയം തന്നിട്ടുണ്ട്. ഇന്ന് വെനസ്ഡേ ആയിട്ടേ ഉള്ളൂ. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒരു 2-2.5 ദിവസം നിങ്ങൾക്ക് കിട്ടും. അതിനുള്ളിൽ ചെയ്തിട്ട് അയച്ചു തന്നാ മതി. ഓക്കെ. ഹന്നക്ക് എന്താ ഡൗട്ട്? മിസ് ഇതെല്ലാം നോട്ട്ബുക്കിലല്ലേ എഴുതണ്ടേ? ആ നോട്ടിൽ തന്നെ എഴുതിക്കും. എന്താ ഫസ്റ്റ് വണ്ണില്ലേ എ? ആ അത് ടെസ്റ്റ് നോക്കി ചെയ്താൽ മതിയില്ലേ? എന്നാ അത് ടെക്സ്റ്റിൽ ചെയ്തോ. ബാക്കി 2 നോട്ട് ചെയ്താൽ മതി. ആ എ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള ടെക്സ്റ്റ് ചെയ്യുക. ബാക്കി 2 നോട്ടിൽ എഴുതിയിട്ട് ചെയ്യാം. ഇനി നയനക്ക് എന്താ ഡൗട്ട്? ഈ ബി ഇല്ലേ? ആ അതെങ്ങനെയാന്നൊന്ന് പറഞ്ഞുതരോ? അതൊന്നുമില്ല മോളെ. അത് 2 തമ്മിൽ ആഡ് ചെയ്യുകയേ വേണ്ടൂ. ആ 2 നമ്പേഴ്സും ആൻഡ് എന്നിട്ടിട്ടുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാ. സ്പെല്ലിംഗ് മാറിപ്പോയതല്ല. ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 നമ്പേഴ്സിനിടയിൽ ആൻഡ് വെക്കൂലേ? ഫൈൻഡ് ദ സം ഓഫ് 3 and 4 അല്ലേ? 2 നമ്പേഴ്സിന്റെയും സം കാണാൻ അങ്ങനെയല്ലേ പറയുന്നേ? അപ്പൊ അത് 2 തമ്മിൽ ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്താ
സി അതേപോലെ എഴുതിയിട്ട് ആഡ് ചെയ്യണം. അതില് അഡീഷണൽ സൈൻ കൊടുത്തിട്ടില്ലേ? ആ ഫസ്റ്റ് എ ക്വസ്റ്റ്യനില് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടില്ലേ? താഴെ എഴുതിയിട്ടില്ലേ ആഡ് ചെയ്യാൻ വേണ്ടി? അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് ഇതെല്ലാം നോട്ടിലോട്ട് എഴുതട്ടെ? ആ എല്ലാം എഴുതുന്നെങ്കിൽ എഴുതിക്കോ, എങ്ങനെ വേണമെങ്കിലും ചെയ്തു. എന്താ ഗ്രേസിന് എന്താ ഡൗട്ട്? മിസ് എ ബിറ്റിലെ ഫുള്ള് എഴുതാനുള്ളതാണോ? ഓ എ ബിറ്റ് ഫുൾ എഴുതാനാ? ആ ഫുൾ എഴുതണം. എ ബിറ്റും ബി ബിറ്റും സി ബിറ്റും ആ ഫുള്ള്. എയില് നമ്മൾ ആദ്യത്തെ 6 എണ്ണം ചെയ്തതാ മോളെ, ക്ലാസ് ടൈമിൽ ചെയ്തതാ. മോളെ ആബ്സെന്റ് ആയിരുന്നു തോന്നുന്നു. ബി ബിറ്റ് ഫുള്ള് ചെയ്യണ്ടേ? ബി ബിറ്റും സി ബിറ്റും. ബിയും സിയും ഫുള്ള് ചെയ്യാൻ നോട്ടിലേക്ക്. എ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി. മതിയോ? ആ ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി? മുഹമ്മദിന് എന്താ ഡൗട്ട്? ഈ മിസ്സേ ഈലെല്ലാം എഴുതിയിട്ടുണ്ട് മിസ്സേ. എന്തോ? അത് ഞാൻ മായ്ച്ചിട്ടൊന്ന് ഇത് എഴുതിയിട്ടുണ്ട്, അത് മായ്ച്ചിട്ട് ഞാൻ എഴുതിയാ മതിയാ? അറേഞ്ചിങ് കോളംസ് ആണോ? അല്ല, ആഡ് എ. അത് ടെക്സ്റ്റ് തന്നെ ആഡ് ചെയ്ത് എഴുതിയാ മതി. ആ ബാക്കിയില്ലല്ലോ. ബിയും സിയും നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ? അപ്പൊ നമുക്ക് വേർഡ് പ്രോബ്ലംസിലോട്ട് പോവാം. Take page number 86. Page number 86. Ruvaisine എന്താ? എന്താ റുവൈസേ? അൺമ്യൂട്ട് ചെയ്ത് പറ. Okay, page number 86 എടുത്തോ? എടുത്തില്ലേ? അതിനകത്ത് example 1 നോക്കിയേ. There are 6,24,60,576 adults and 2,97,63,832 children living in a state. What is the total population of that state? Remember one thing, you should not write a number without comma. Use commas properly between the digits so that you can read the number easily. നമ്മൾ എപ്പോഴും വലിയ നമ്പർ എഴുതുന്ന സമയത്ത് കോമ ഇട്ട് എഴുതാൻ ശീലിക്കുക. ഓക്കെ, അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്പർ വായിക്കാനും നമ്പർ റിയലൈസ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ശീലിക്കുക കോമയിട്ട് എഴുതാൻ. കാരണം വലിയ വലിയ നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഇത് എണ്ണി നോക്കണ്ടേ, 1s 10s 100s എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് വേണ്ട വായിക്കാൻ. അതിനേക്കാളും നിങ്ങൾ കോമയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ തന്നെ എഴുതുമ്പോ കോമയിട്ട് എഴുതാൻ ശീലിക്കാം വലിയ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഒരു സ്റ്റേറ്റില് താമസിക്കുന്ന അഡൾട്ട്സിന്റെ എണ്ണവും ചിൽഡ്രന്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. അഡൾട്ട്സ് എന്ന് വെച്ചാല് മുതിർന്നവര്, ചിൽഡ്രൻ എന്ന് വെച്ചാല് കുട്ടികൾ. അപ്പോ അഡൾട്ട്സിന്റെ എണ്ണവും ചിൽഡ്രന്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. Question is,
What is the total population of that state? ആ സ്റ്റേറ്റിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? Can you find out that answer? എങ്ങനെ കണ്ടുപിടിക്കാം? അത് രണ്ടും ആഡ് ചെയ്താൽ പോരെ? അല്ലേ? അഡൾട്ട്സിന്റെ എണ്ണവും ചിൽഡ്രന്റെ എണ്ണവും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. അവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 6,24,60,576 plus 2,97,63,832. ആഡ് ചെയ്തിട്ട് എത്ര ആൻസർ കിട്ടി? 9,22,24,408. ഇത് നോട്ടിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് നമ്പർ ഓഫ് അഡൾട്ട്സ് എഴുതി എത്രയാണ്. ഇതുപോലുള്ള വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടിയാല് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന കറക്റ്റ് മെത്തേഡ് നിങ്ങൾ എഴുതാം. കറക്റ്റ് പ്രോസസ് എങ്ങനെയാണ് നിങ്ങൾ എഴുതണം. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആൻസറിലോട്ട് ആദ്യം എടുത്തെഴുതും. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനില്? നമ്പർ ഓഫ് അഡൾട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് അഡൾട്ട്സ് ഈസ് ഈക്വൽ ടു ആ നമ്പർ 6,24,60,576. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ചിൽഡ്രൻ. നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാ? 2,97,63,832. ആ രണ്ട് ഇൻഫർമേഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. Then what we have to find out? The total population. Then next step is total population is equal to എന്നിട്ട് എന്ത് എഴുതണം? ആ രണ്ട് ഫിഗേഴ്സും ആഡ് ചെയ്തിട്ട് ആൻസർ എത്രയാന്ന് കണ്ടുപിടിക്കാം. Then at last you should write the final result of that problem. Thus the total population of the state is എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? സ്റ്റേറ്റിന്റെ ടോട്ടൽ പോപ്പുലേഷൻ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? The total population of that state. അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഏറ്റവും അടിയിലായിട്ട് എന്ത് എഴുതണം? The total population of the state is 9,22,24,408. ഇതാണ് ഒരു കറക്റ്റ് ഫുൾ ആൻസറിന്റെ കോപ്പി. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിനല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ബോർഡ് എക്സാം വരില്ലേ സ്കൂൾ ടൈമില്, അതിന് നിങ്ങൾ എഴുതുമ്പോ ഇതുപോലെ തന്നെ എഴുതണം. എഡ്വിൻ എന്താ ഡൗട്ട്? മിസ് നമ്മളിപ്പോ നമ്പർ ഓഫ് അഡൾട്ട്സും പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രനും എഴുതിയില്ലേ? ഏറ്റവും ലാസ്റ്റ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് എഴുതണോ അതോ ടോട്ടൽ പോപ്പുലേഷൻ മാത്രം എഴുതിയാൽ മതിയോ? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റേറ്റ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നേ? സ്റ്റേറ്റിന്റെ ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനല്ലേ? അപ്പൊ അതുപോലെ തന്നെ എഴുതണം. എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഇനി മുഹമ്മദിന് എന്താ ഡൗട്ട്? എന്താ മുഹമ്മദ്, വേഗം പറ. മിസ് അന്നേരം മിസ് ആദ്യം ഒരു ഹോംവർക്ക് എഴുതി തന്നിട്ടേ ആദ്യത്തെ രണ്ടെണ്ണം അതിന് പേജ് വിടണോ? വേണ്ട, അത് നിങ്ങളുടെ ബുക്കിന്റെ പുറകിൽ ചെയ്താൽ മതി. ബുക്കിന്റെ പുറകിലോ എവിടെയെങ്കിലും ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. What is the second question? In the years 2007, 2008 and 2009, 38,52,485, 3,40,65,892 and 9,76,27,106 trees were planted respectively.
What is the total number of trees planted in these 3 years? Question എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്താ ഗ്രേസ്? മിസ് ഇപ്പം പറയുന്നതെല്ലാം നോട്ടിലേക്ക് എഴുതണോ? ഇത് എഴുതണ്ട. ഇത് രണ്ടും എക്സാമ്പിൾ കൊടുത്തിട്ടില്ലേ? സൊല്യൂഷൻ ടെക്സ്റ്റ് തന്നെ ഉണ്ടല്ലോ, അത് എഴുതണ്ട. ജസ്റ്റ് ടെക്സ്റ്റിൽ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോ എന്താ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നേ? 2007-ലും 2008-ലും 2009-ലും മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. സർക്കാരോ ഏതെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ആ നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 2, 3, 4 ഇയേഴ്സ് കണ്ടിന്യൂസ് തന്നിട്ട് അതിലെ എന്തെങ്കിലും ഫിഗേഴ്സ് തന്നിട്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് വാട്ട് യു മീൻ ബൈ ദാറ്റ്? ലുക്ക് ഹിയർ. ഇത്രയും trees were planted respectively. What is the meaning of that term? Do you know that? Respectively എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ? 2007, 2008 and 2009 3 വർഷങ്ങൾ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിന്റെ എണ്ണം. അത് കഴിഞ്ഞിട്ട് പ്ലാന്റഡ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് 2007-ല് നട്ടിട്ടുള്ള മരങ്ങളുടെ എണ്ണം ആ തന്നിട്ടുള്ള ഫിഗേഴ്സിൽ ആദ്യത്തെ ആയിരിക്കും. 2008-ല് നട്ടിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ രണ്ടാമത്തേതായിരിക്കും. 2009-ല് നട്ടത് തന്നിട്ടുള്ളതിൽ മൂന്നാമത്തേതായിരിക്കും. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ in 2007 38,52,485 trees were planted. In 2008 3,40,65,892 trees were planted, and in 2009 9,76,27,106 trees were planted. അത് ഓരോ ഇയറിലെയും കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും വലുതായിട്ട് പറയുന്നതിന് പകരം in the years 2007, 2008, 2000 and 2009 comma പിന്നെ ആ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്, കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സ്, trees were planted respectively. ആ റെസ്പെക്റ്റീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓരോ ഇയറിലും നട്ടിട്ടുള്ള മരങ്ങളുടെ എണ്ണത്തിന്റെ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നതാണ് അവിടെ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ 2007-ല് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാ? നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഓരോന്നോരോന്നായിട്ട് എടുത്തെഴുതാം. ഫസ്റ്റ് ഇൻഫർമേഷൻ, നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് ഇൻ 2007. 2007-ല് പ്ലാന്റ് ചെയ്ത ട്രീസിന്റെ എണ്ണം 38,52,485. Then number of trees planted in 2008. 2008-ല് പ്ലാന്റ് ചെയ്ത ട്രീസിന്റെ എണ്ണം 3,40,65,892. Then number of trees planted in 2009. എത്ര നമ്പറാ? 9,76,27,106. ഇത്രയും ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. Then we have to find out total number of trees planted. എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ എത്ര ട്രീസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. So the next step is total number of trees planted is equal to, എന്നിട്ട് എന്ത് ചെയ്യാം? 3 ഫിഗറും ആഡ് ചെയ്തിട്ട് എഴുതുന്നത് അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. Then find out the answer. എത്ര ആൻസർ വരുന്നേ? 13,55,45,483. That is the total number of trees. Then the final answer is, thus the total number of trees planted was
13 crore 55 lakh 45,483. അപ്പൊ ഒരു വേർഡ് പ്രോബ്ലം കിട്ടിയാല് അതിന് ആൻസർ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? മിസ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിടുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതാം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് നോക്കിയിട്ട് ആൻസർ മാത്രം നോട്ടിൽ എഴുതുക, ക്വസ്റ്റ്യൻ പിന്നെ എഴുതി വെച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യൻ എഴുതാൻ നിന്നാൽ ഇപ്പൊ വെറുതെ ടൈം വേസ്റ്റ് ആവൂലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ, I will read the question. In 2009, there were 2,61,33,379 literate and 29,65,139 illiterate people in Kerala. Find the total population of the state in 2009. Did you get the question? Question എന്താന്ന് മനസ്സിലായോ? 2009 I will explain. 2009 കേരളത്തിലെ പോപ്പുലേഷനെ, ടോട്ടൽ പോപ്പുലേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലിറ്ററേറ്റ് പീപ്പിൾ ആൻഡ് ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. എന്താ ലിറ്ററേറ്റ് പീപ്പിൾ? വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും. ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ. അപ്പോൾ 2009 ടോട്ടൽ പോപ്പുലേഷനെ ലിറ്ററേറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് പീപ്പിളിന് ഡിവൈഡ് ചെയ്തു. ലിറ്ററേറ്റ് പീപ്പിളിന്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് 2,61,33,379. ഇനി ഇല്ലിറ്ററേറ്റ് പീപ്പിളിന്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് 29,65,139. Then the question is, find the total population of the state in 2009. And the question, what we have to find out? The total population of the state. ലിറ്ററേറ്റ് തന്നിട്ടുണ്ട്, ഇല്ലിറ്ററേറ്റ് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതണ്ട, ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിടുക, എന്നിട്ട് ആൻസർ മാത്രം എഴുതാം. കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആൻസർ എഴുതി ശീലിക്കുക. ഓക്കെ, Shiza Shahbaz Muhammad Adityan Abel Binoy. Turn on your video. Abel Binoy, video on ചെയ്തേ. You are not permitted to turn off your video during the class. We have only 5 more minutes.
ആൻസർ കിട്ടിയോ എല്ലാവർക്കും? അതാരാ വരയ്ക്കുന്ന സ്ക്രീനില്? ആൻസർ കിട്ടിയോ? എന്താ ഗ്രേസിന് കിട്ടിയോ ആൻസർ? യെസ്, ഓക്കെ. എഡ്വിന് കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. നയനക്ക് കിട്ടിയോ ആൻസർ? യെസ്. Okay, most of you finished. Then the final answer is 2 crore 90 lakh 98,515. Thus, the total population of Kerala in 2009 is 2 crore 90 lakh 98,580. This is the answer. ഇത്ര തന്നെയാണോ കിട്ടിയേ? ആണോ? Yes, okay. 2 crore 90 lakh 98,580. Edwin, എന്താ ഡൗട്ട്? മിസ്സേ ആൻസർ എല്ലാം ശരിയാ, പക്ഷെ മിസ് ലാസ്റ്റ് എഴുതിയത് എന്ത് പറ്റി? the total population of Kerala in അത് എഴുതിയില്ല. അതൊക്കെ അതെന്തായാലും എക്സാമിന് നിങ്ങൾ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. എല്ലാരും ഈ ഫിഗർ എഴുതി വെച്ചോ? ആൻസർ നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്തോ കേട്ടോ. ക്ലാസ് ഇപ്പൊ കട്ടാവും. ഹോംവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഹോംവർക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? അപ്പൊ വെള്ളിയാഴ്ച രാത്രിക്ക് മുന്നേ മിസ്സിന് ഹോംവർക്ക് അയച്ചു തരാം. ഓക്കെ, ക്ലാസ് ഇപ്പൊ കട്ടാവും. കട്ടായാലൊന്നും വിചാരിക്കണ്ട, ടൈം തീർന്നു കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.